ഞാൻ ഇതുവരെയുള്ള എല്ലാ ഓണവും എൻ്റെ വീട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. കൊട്ടാരക്കരയാണ് ആൻറ്റിയുടെ വീട്. ഞങ്ങളാദ്യം തിരുവോണം ആയതുകൊണ്ട് ബസ്സൊന്നും ഇല്ലെന്ന് കരുതി. പക്ഷേ ബസ്സൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ അവിടെ കൂടെ പോകുന്ന ബസ്സിൽ കയറി ഞങ്ങൾ പത്തനാപുരത്ത് ഇറങ്ങി. അവിടുന്ന് പിന്നെ കൊട്ടാരക്കര ചെന്നിട്ട് പൂയപ്പള്ളി ബസ്സിന് കയറി. അങ്ങനെയാണ് അവിടെ എത്തിയത്. പൂയപ്പള്ളിയിലാണ് ആൻറ്റിയുടെ വീട്. അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് കറികളൊക്കെ റെഡിയായിരുന്നു. എന്നാലും കുറച്ച് പാചകമൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ആൻറ്റിയും ചേച്ചിയും കൂടെ ഓൾമോസ്റ്റ് എല്ലാ ഡിഷസും റെഡിയാക്കിയായിരുന്നു. പിന്നെ മോര് കാച്ചൽ, പപ്പടം കാച്ചൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇതേ പാലട പായസവും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചേച്ചിയും ആൻറ്റിയും ഒക്കെ സുന്ദരികളായിട്ട് ഒരുങ്ങി വന്നു. ഇനി ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പൂവിടാമെന്ന്. രാവിലെ അവർക്ക് പൂക്കളം ഇടാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ഞാനും ചേച്ചിയും കൂടെ പൂവൊക്കെ പറിച്ചു വെച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് വിളമ്പാൻ പോയി. ഓണത്തിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ടാണല്ലോ ഓണസദ്യ. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. എല്ലാ ഡിഷസും ടേബിളിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ യൂഷ്വലി ഓണസദ്യക്ക് അങ്ങനെ മീനൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് മീൻകറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷണലാണ്, വേണ്ടവർക്ക് കഴിക്കാം. അങ്ങനെ ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് മീൻകറിയാണ് ഏറ്റവും ഫേവറേറ്റ്. അങ്ങനെ ടേബിളിലും നിലത്തും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇല അറേഞ്ച് ചെയ്തു. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ പരിപ്പൊഴിച്ചു, പപ്പടം വന്നു, എല്ലാം കൂടെ ഇളക്കി ഒരു പിടി പിടിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു. സദ്യ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ചേച്ചിയും കൂടെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പോയെ. അവിടുന്ന് ഞങ്ങൾ 3 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി നേരെ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഞങ്ങൾ ഡിന്നർ അവിടെ നിന്നാണ് കഴിച്ചത്. അവിടെ ആൻറ്റി കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നേ.